തുടർഭരണം ഉറപ്പിക്കുവാൻ പിണറായി, UDFന്റെ അടിത്തറ തോണ്ടുവാൻ മഹാരാഷ്ട്ര ഫണ്ടുമായി ചെന്നിത്തല. മൂന്നാമതും തുടർഭരണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുപക്ഷം അലകും പിടിയും മുറുക്കി കർമ്മനിരതരായി കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിയാണ് കേന്ദ്രത്തിൻ്റെ ധനസഹായത്തിന് കാത്തു നിൽക്കാതെ വളരെ വൈകിയെങ്കിലും വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതികൾക്ക് മന്ത്രിസഭ അനുവാദം നൽകിയത്. 2 ടൗൺഷിപ്പുകളായാണ് ദുരന്തബാധിതർക്കായി നിർമ്മിക്കുവാൻ പോകുന്നത്. ആവശ്യത്തിലേറെ സ്പോൺസർമാർ ഉള്ളതിനാൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവില്ല. പദ്ധതിയുടെ നിർമ്മാണം മുഴുവൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുവാനും തീരുമാനമായി എന്നതും അവരുടെ നേട്ടമായി കണക്കാക്കാം. സമയബന്ധിതമായി ഈ പദ്ധതി നടപ്പാക്കിയാൽ തുടക്കത്തിലുണ്ടായ അസ്വാരസ്യങ്ങൾ എല്ലാം കഴുതകളായ ജനങ്ങൾ മറക്കും. വരുന്ന തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ നേട്ടം ഇടതുപക്ഷത്തിന് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സംസ്ഥാനത്തെ തകർന്ന റോഡുകളെല്ലാം 1 വർഷത്തിനുള്ളിൽ തന്നെ മികവുറ്റതാക്കുവാനുള്ള പ്രവർത്തനങ്ങളും തകൃതിയായി തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ അവിടെയും ഇവിടെയുമുള്ള ചില ജില്ലാ കമ്മിറ്റികളിൽ ഒറ്റപ്പെട്ട എതിർസ്വരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്നും പിണറായി ശക്തനാണ്. പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് ആരും പോകില്ല. ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് അവിടെയുണ്ട്. സംസ്ഥാനത്ത് പിണറായി സർക്കാരിനെതിരെ ശക്തമായ പൊതുജന വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷമുണ്ടായ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മിന്നും വിജയം കൈവരിച്ചു. UDFലെ യുവനേതാക്കളെ ഒരുമിപ്പിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കി കൊണ്ടുവരുമ്പോഴാണ് ഇപ്പോഴിതാ കുത്തിത്തിരിപ്പുമായി രമേശ് ചെന്നിത്തല രംഗപ്രവേശം നടത്തിയിരിക്കുന്നത്. VD സതീശനെ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ കടൽക്കിഴവന്മാരായ തങ്ങളുടെ കാര്യം വരുന്ന തവണ കട്ട പുകയാകുമെന്ന് ഭയപ്പെട്ടാണ് UDFലെ ഒരു സംഘം കടൽക്കിഴവന്മാരും UDF മുന്നണിയിൽ നിന്ന് പുറത്തുപോയ കുറേ മോഴകളും തന്നെ തഴയുന്നു എന്ന് കരുതുന്ന ചാണ്ടിയുമ്മനുമൊക്കെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പേകുന്ന പിൻബലം. സരിതാ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കിയ ആ പഴയ ഉപജാപക സംഘത്തെ വീണ്ടും UDFലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊണ്ടുവരുവാനുള്ള നീക്കവും ചെന്നിത്തല ആരംഭിച്ചു കഴിഞ്ഞു. അതിനായി പത്തനാപുരം കൊണേശനുമായി ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു. തൻ്റെ UDF പ്രവേശനം സാധ്യമാകണമെങ്കിൽ UDF താക്കോൽ സ്ഥാനത്ത് ചെന്നിത്തല എന്തു വില കൊടുത്തും വന്നേ പറ്റൂ. അങ്ങനെയാണ് കൊണേശൻ വഴി ഓപ്പറേറ്റ് ചെയ്താണ് ചെന്നിത്തലയുമായി ഉണ്ടായിരുന്ന പെരുന്നാപ്പോപ്പിൻ്റെ ആ അസ്വാരസ്യം മാറ്റിയെടുത്തത്. അങ്ങനെയാണ് ഇന്ന് നടന്ന 148ാമത് മന്നൻ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല മാറിയത്. ആ പരിപാടിക്ക് ഫണ്ട് നൽകിയത് ആരാണ്? ഇടതുകൂട്ടിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ ആഗ്രഹിച്ചിരിക്കുന്ന ജോസ് കെ മാണിയുമായും ചെന്നിത്തല ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് വിവരം. അതുപോലെ തന്നെ PC ജോർജുമായുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. അതുപോലെ ആഭ്യന്തരം കൊടുത്താൽ ചങ്കായി കൂടെ നിൽക്കാമെന്ന് തിരുവഞ്ചൂരും ഉറപ്പ് നൽകിക്കഴിഞ്ഞു. ചാണ്ടിയുമ്മന് യുവജനക്ഷേമവും സ്പോർട്സ് വകുപ്പും നൽകാമെന്നാണ് കൊടുത്ത ഉറപ്പ്. അതുപോലെ മന്ത്രിസ്ഥാനം ഉറപ്പാണെങ്കിൽ കൂടെ കട്ടയ്ക്ക് നിൽക്കാമെന്ന് K മുരളീധരനും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും റവന്യൂവും തൊഴിൽ വകുപ്പും ഒക്കെ കൊടുത്താൽ മൂത്താപ്പായുടെ പിന്തുണയും ഏതാണ്ട് ഉറപ്പാണ്. ഹൈക്കമാൻഡിൻ്റെ ഡ്രൈവറുടെ പിന്തുണയും കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ ആരെ പേടിക്കാൻ? അദ്ദേഹത്തിൻ്റെ കയ്യിലും ആവശ്യത്തിന് ഫണ്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുടക്കേണ്ടിയിരുന്ന ശതകോടികൾ ചെന്നിത്തല മുടക്കാതെ അവയെല്ലാം കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ ഫണ്ട് കൊണ്ടാണ് ഇപ്പോൾ നടത്തുന്ന PR മാമാങ്കമെല്ലാം നടത്തുന്നത്. ഇന്നത്തെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം നോക്കുക. കോടികൾ മുടക്കി ഓൾ എഡിഷനിൽ 1-ാം പേജിൽ പരസ്യം നൽകിയിരിക്കുന്നു. ആരാണ് ഇതിന് പണം മുടക്കിയിരിക്കുന്നത് എന്നറിയുവാൻ ഇന്നു മുതൽ മലയാള മനോരമയിലും മാതൃഭൂമിയിലും വരുന്ന വാർത്തകളിൽ ആരെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നും മാത്രം നോക്കിയാൽ മതി. ചെന്നിത്തലയുടെ ഈ അപകടകരമായ പോക്ക് കണ്ട് UDFലെ യുവനേതാക്കളെല്ലാം ആവേശം പോയ മട്ടാണ്. പല്ലുപോയ വെള്ളാപ്പള്ളിയെ കൊണ്ടും ന്യൂനപക്ഷ തീവട്ടികളെ കൊണ്ടുമെല്ലാം പ്രസ്താവനകൾ ഇറക്കുന്നത് ചെന്നിത്തലയുടെ PR തീവട്ടികളാണ്. ഇടതുപക്ഷം പിണറായിയുടെ നേതൃത്വത്തിൽ അലകും പിടിയും മുറുക്കി ചിട്ടയായി മുന്നേറുമ്പോൾ മുഖ്യമന്ത്രി കസരമോഹിയായ ചെന്നിത്തല ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന തിരക്കിലാണ്. മന്നൻ ജയന്തി ഉദ്ഘാടന തിരക്കിലാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.